നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 3-4 ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായി ഒരു ചെടി സ്വയമായി നടുന്നത്. അടുത്തുള്ള വീട്ടിൽ കടന്നുപോയി അവിടെ ഉണ്ടായിരുന്ന ചെമ്പരത്തിയുടെ കമ്പ് മേടിച്ചു കൊണ്ടുവന്ന് അത് ചെറുതായി മുറിച്ച് 1-2 ചെമ്പരത്തി കമ്പുകൾ വീടിൻ്റെ മുറ്റത്ത് നാട്ടിക്കൊണ്ടാണ് കുഴിച്ചിട്ടുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ ചെടി നടൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അന്ന് തീരെ ചെറിയ കുട്ടിയായിരുന്നു. ചെടിയെ പറ്റിയുള്ള അറിവ് വളരെ പരിമിതമായിരുന്നു. എങ്കിലും ചെമ്പരത്തിയുടെ കമ്പ് കുഴിച്ചു വെച്ചാൽ അതിൽ നിന്നും വലിയ ചെമ്പരത്തി ഉണ്ടാകുമെന്നും ആ ചെമ്പരത്തിയിൽ ചെമ്പരത്തി പൂക്കൾ ഉണ്ടാകുമെന്നുള്ള ചെറിയ സ്വപ്നത്തിൽ നിന്നാണ്, ചെറിയ ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ ആദ്യത്തെ ചെമ്പരത്തി നടുന്നത്. ഞങ്ങൾ പലപ്പോഴും അടുത്ത വീട്ടിൽ വിരുന്നിന് പോകുമ്പോൾ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ അടുത്ത വീട്ടുകാരുമായി ഒരു സൗഹൃദ സംഭാഷണത്തിനായി കടന്നു പോകുമ്പോൾ അവിടുത്തെ മുറ്റത്ത് ഒരു വലിയ ചെമ്പരത്തി നിൽക്കുന്നു. അതിൽ നിറയെ ചുവന്ന പൂക്കൾ. ആ ചെമ്പരത്തിയും അതിലെ പൂവിൻ്റെ മനോഹാരിതയും ആ ചെറിയ പ്രായത്തിൽ എന്നെ വളരെ ആകർഷിച്ചിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെമ്പരത്തി ഇല്ലാഞ്ഞതിനാൽ ഈ ചെമ്പരത്തി എൻ്റെ മുറ്റത്ത് കൊണ്ട് നടണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ അതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്ന് നടുന്നത്. അങ്ങനെ കമ്പ് നട്ടു. 1-2 ദിവസം വെള്ളമൊഴിച്ചു, വളമായി ചാരം കൊണ്ടിട്ടു. പക്ഷേ എൻ്റെ ഒരു വലിയ എങ്ങനെ ഇത് വളരുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പുറമേ ഒന്നും കാണുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പോയി ചെമ്പരത്തിയുടെ കമ്പ് പൊക്കി നോക്കി. അതിൽ നിന്ന് വേരുകൾ വരുന്നുണ്ടോ, അതിൽ നിന്നും ചെറിയ നാമ്പ് കിളുപ്പ് ഉണ്ടാകുന്നുണ്ടോ, മുള പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പോയി ചെമ്പരത്തി കമ്പ് ഉയർത്തുന്നു. എന്നിട്ട് വീട്ടിൽ അപ്പച്ചനോട് പോയി പറയും, അപ്പച്ച ചെമ്പരത്തി നട്ടു, പക്ഷെ കിളുക്കുന്നില്ല, അത് വളരുന്നില്ല, ഞാനത് നോക്കിയിട്ട് വളർച്ചയില്ല എന്ന് പറഞ്ഞു. അപ്പച്ചൻ എനിക്കപ്പം മുറ്റത്തോട്ട് ഇറങ്ങി വന്നു. നീ എവിടാ നട്ടേക്കുന്നതെന്ന് തോറ്റു. നട്ട സ്ഥലത്തേക്ക് അപ്പച്ചൻ കടന്നു വന്നു. ഞങ്ങൾ രണ്ടുപേരും പോയി ചെമ്പരത്തിയുടെ അടുത്ത് നിന്നു. അപ്പച്ചൻ ചോദിച്ചു, നീ ഇതിനെല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വെള്ളം ഒഴിക്കുന്നുണ്ട്. വളം ഇട്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു വളവും ഇട്ടിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, 2 ദിവസം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് വളരുമായിരിക്കും. അങ്ങനെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ഞാൻ ഇതുപോലെ എൻ്റെ പതിവ് പരിപാടിയുമായി ചെമ്പരത്തിയുടെ കമ്പ് നട്ടിരിക്കുന്നിടത്ത് നിന്ന് പിഴുതെടുത്ത് ഉയർത്തി നോക്കി. അപ്പോൾ ചെറിയൊരു വേര് വന്നിട്ടുണ്ട്. കിളിപ്പ് വന്നിട്ടില്ല, പക്ഷെ ചെറിയൊരു വേരിൻ്റെ ഒരു അനക്കം അതിൻ്റെ ചുവട്ടിൽ കാണാം. ഞാൻ പോയി അപ്പച്ചൻ്റെ അടുത്ത് എൻ്റെ ആ ഒരു വലിയ സന്തോഷം, ചെമ്പരത്തി നട്ടു, അതിന് വേര് വന്നു എന്നുള്ള ആ ഭയങ്കരമായ സന്തോഷത്തോട് ഓടിച്ചെന്ന് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ചെമ്പരത്തിക്ക് വേര് വന്നു. അപ്പച്ചൻ ചോദിച്ചു, വേര് വന്നു, അത് നീ അങ്ങനെ കണ്ടു? ഞാൻ പറഞ്ഞു, അതിൻ്റെ ചുവട്ടിൽ പൊക്കി നോക്കി അതിനകത്ത് വേര് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പച്ചന് അന്ന് തന്നെ വഴക്ക് പറഞ്ഞു, എടാ അങ്ങനെയല്ല, ഒരു ചെടി നട്ടുവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കിളിപ്പ് പുറത്ത് വരുന്നത്, അതിൻ്റെ നാമ്പ് മുള പൊട്ടുന്നത് നമ്മൾ കാണണം, അതിൻ്റെ വേര് വരുന്നത് നമ്മൾ കാണാറില്ല. അത് നമ്മൾ പിഴുതു നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 1-2 വേര് വന്ന് നമ്മൾ പിഴുതു നോക്കുന്നത് കൊണ്ട് വേരിറങ്ങുന്ന സമയത്ത് പിന്നീട് അത് ഉണങ്ങിപ്പോകാൻ വളരെ സാധ്യതയുണ്ട്. ഒരിക്കലും അത് ചെടിയായി നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ചെമ്പരത്തിയായി, പൂവിട്ട് നിൽക്കുന്ന ഒരു ചെമ്പരത്തിയായി അത് വളരാൻ സാധ്യതയില്ല. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്. ഞാൻ നട്ടു, പക്ഷെ അത് വളരുന്നിടം വരെ ക്ഷമിക്കുക, അത് വളരുന്നിടം വരെ കാത്തിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ദൈവം നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ നൽകിത്തരും. നമ്മൾ ഒരു പ്രവാചകൻ്റെ അടുത്ത് പോയി ഒരു വാഗ്ദത്തം കേട്ടു, ഓക്കെ, ദൈവം എന്നെക്കുറിച്ച് ഇന്നതാണ് ആഗ്രഹിക്കുന്നത്,
എന്നാലും മറ്റൊരു പ്രവാചകൻ വരുമ്പോൾ ഓടി ആ പ്രവാചകൻ്റെ അടുത്ത് പോകും. ഇന്നലെ കേട്ട വാഗ്ദത്തം പോലെ തന്നെ ഇന്ന് വീണ്ടും മറ്റൊരു വാഗ്ദത്തം വരുന്നു. വീണ്ടും സംതൃപ്തി കിട്ടാതെ ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇതിലും വലിയ വാഗ്ദത്തമാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ആഗ്രഹത്തോടെ വീണ്ടും മറ്റൊരു പ്രവാചകൻ്റെ അടുത്ത് പോയി വീണ്ടും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രവചനം കേൾക്കുന്നു. ഇങ്ങനെ പലയിടത്ത് നമ്മൾ പോയി പലരിൽ നിന്നും പ്രവചനങ്ങൾ കേൾക്കാറുണ്ട്. ഈ പ്രവചനം എത്ര എണ്ണം ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെട്ടു എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ടോ? ജനിച്ച നാൾ മുതൽ ഒരു പക്ഷേ ഇന്നായിരിക്കുന്ന പ്രായം വരെ 100,000 പ്രവചനങ്ങൾ കേട്ടവരായിരിക്കും നമ്മൾ. ഈ കേട്ട പ്രവചനത്തിൽ എത്ര എണ്ണം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെട്ടു? ഒരു പ്രവചനം കേട്ട് കഴിഞ്ഞാൽ ആ പ്രവചനം ദൈവം എന്നോട് സംസാരിച്ചു എന്നും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണെന്നും അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്നും ആ വാഗ്ദത്തം, ദൈവം കേൾപ്പിച്ച ആ വാഗ്ദത്തത്തിൽ നിലനിന്നുകൊണ്ട് വിശ്വസ്തയോടെ ആ വാഗ്ദത്തത്തിനു വേണ്ടി പ്രയത്നിക്കാനും നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും മാർത്തയെ പോലെയാണ്. പലതിനെ ചൊല്ലിയുള്ള വിലപിക്കലാണ് നമുക്ക്. പല പ്രവാചകന്മാരുടെ അടുത്ത് പോയി പല പ്രവചനങ്ങൾ കേട്ട് ഇതിലേതാണ് ശരിയെന്ന് മനസ്സിലാകാതെ ഒരു കൂട്ടം പ്രവചനങ്ങൾ നമ്മുടെ മേൽ നമ്മൾ ഇട്ടുകൊണ്ട് ഇത് നമുക്കിഷ്ടപ്പെട്ട ഒരു പ്രവചനം നമ്മൾ വാഗ്ദത്തമായി സ്വീകരിച്ച് പിന്നെ അതിനു വേണ്ടിയുള്ള പോരാട്ടവും പ്രാർത്ഥനയുമാണ്. ശരിക്കും ആ പ്രവചനമാണോ ദൈവം നമ്മളോട് ഇടപെട്ടത്? വ്യക്തിപരമായി എന്നെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊന്ന് സ്വയചോദന ചെയ്യുന്ന ദിനങ്ങളാക്കി ഈ ദിനങ്ങൾ മാറ്റപ്പെടട്ടെ. നമ്മളെക്കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം നമ്മളോട് വചനത്തിലൂടെ അറിയിച്ചു തരും, ചില പ്രവാചകന്മാരിലൂടെ അറിയിച്ചു തരും. കേട്ട പ്രവചനത്തിൽ നിലനിൽക്കുക, കേട്ട പ്രവചനത്തിൽ വളരുക, അതിനെ ലക്ഷ്യമാക്കി ഓടുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം കൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.